ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്കൂൾ പർച്ചേസിങ് വീഡിയോ ആണ്. അപ്പോൾ സിദ്ധുവിന് ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഇന്നാണ് അതിന് ടൈം കിട്ടിയത്. ഇപ്പം എല്ലാ വട്ടവും സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഇല്ലെങ്കിൽ 2 ദിവസം മുമ്പായിരിക്കും സാധനങ്ങൾ വാങ്ങിക്കാൻ ഇറങ്ങുക. ഈ പെട്ടോ അതണക്ക് തന്നെയാണ്. അപ്പോൾ ഇപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ എല്ലാവരും സേഫായിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ ഇക്കാടെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ എൻ്റെ അനിയത്തിയായിട്ടാണ്, ഓൾമോസ്റ്റ് നിങ്ങളെല്ലാം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, അനിയത്തിയായിട്ടാണ് കൂടുതലും കടയിലായാലും എല്ലായിടത്തും പോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. ഓക്കെ, എത്ര നേരം ഞാൻ വന്നതെന്നറിയാമോ? ഇപ്പോഴാണ് ഒരുങ്ങുന്ന ഒരാൾ. എപ്പോഴാണ് ഇവിടെ നിന്ന് പോകുന്നത്? എപ്പോഴാണ് ഇവിടെ നിന്ന് പോകുന്നത്? അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ മുഖത്ത് പല മാറ്റങ്ങളും. ഇവിടെ വന്ന് എനിക്ക് കുറച്ച് ടച്ചപ്പ് ചെയ്തില്ലെങ്കിൽ സമാധാനം വരത്തില്ല. അപ്പം ഞാൻ പിന്നെ കുറച്ച് ടച്ചപ്പൊന്നും ഇല്ല, ഐലൈനർ വരച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി 2-3 കടകളിൽ കയറണമെന്നുണ്ട്. ഒരു കടയിൽ തന്നെ എല്ലാ സാധനവും കിട്ടുവാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കും, അല്ലെങ്കിൽ 2-3 കടയിൽ കയറും. നമ്മൾ ഒരു കടയിൽ തന്നെ എല്ലാ സാധനവും വാങ്ങിക്കത്തില്ലല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഹെൽമെറ്റ് മാറ്റമുണ്ട്. നല്ല മഴ തുടങ്ങി. നല്ല മഴയല്ല, മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കോട്ടെടുത്തിടാന്നു. നെക്സ്റ്റ് പേഴ്സൺ കീറിയിരിക്കുന്നു. ഇത് നേരായിട്ടപ്പോൾ കീറില്ലായിരുന്നു മുമ്പാ. പച്ച റോസ് വേണമെന്ന് പറഞ്ഞെടുത്തല്ലേ. അയ്യോ കണ്ടില്ല നമ്മള്. സൂപ്പർ, ലെറ്റ്സ് ഗോ. വേണോ എടുക്കാല്ലേ? എത്ര റേറ്റ്? അപ്പുറത്ത് നോക്ക് റേറ്റ്. എപ്പുറത്ത് നോക്കാന് ഓഫർ ഇല്ലേ? അപ്പൊ മോളിൽ നിന്ന് ഇതെടുത്തേ, പ്ലാസ്റ്റിക്കിന്റെ. ഇതില്ലേ സാധനം അടി നല്ലതാ, ഇത് നല്ലതാ. പക്ഷെ കീപ്പേട്ട് എന്തായി പോവും, കയറിപ്പോവും. സ്ലിപ്പൊന്നും ഒട്ടിക്കാൻ പറ്റത്തില്ല. എടുക്കട്ടെ, തന്നെ റേറ്റ് അല്ലേ എടുത്തല്ലേ പറ്റും. അത് കൊള്ളാമോ? തുറന്നോ? നീ നോക്കിയാ തുറക്കണ്ടല്ലോ. ആരും പറഞ്ഞു തുറക്കണ്ടാവുന്നു? അങ്ങനെയല്ല, തുറന്നിട്ട് നോക്കണം. ഇത് ചെറുതല്ലേ കുപ്പിയൊക്കെ? എൻ്റെ മോന് പിന്നെ വലിയ 5-6 ദോശ. അതുകൊണ്ടൊന്നല്ല, നോക്ക് വേറെ വലുതുണ്ടോന്ന് നോക്കാം. ക്വാളിറ്റി ഉണ്ട്. ഇതിലും വലുത് വരുമോ? ഇതെന്ത് കുഴപ്പം നോക്കട്ടെ. ആക്കാം, ഇത് മതി. കുപ്പി വയ്ക്കണ്ടേ? ഇരിക്കും. സ്നാക്സ് ബോക്സ് വേണ്ടേ? പിന്നെ തൊണ്ണൂറ്റൊമ്പത് വില ഉണ്ടോ ഇതിന്? എന്തോ ആ പൗച്ചിന് 25 രൂപ.
നല്ല സ്പൂണിൻ്റെ സെറ്റ് അത് 179. ഇതെനിക്ക് മൊത്തമായിട്ടുള്ള കടയാണ് വെച്ചാൽ സ്കൂളിൻ്റെ മാത്രമല്ല. അയ്യേ ഇയാളെന്ത് ചോദിച്ചു പിന്നെ സ്കൂളിൻ്റെ മാത്രം അല്ലെങ്കിൽ ഇതിപ്പോ ഈ സ്കൂള് മാറുമ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് ഇവര് ബാക്കിയുള്ള ഐറ്റംസ് കഴിച്ചു. സീസൺ അനുസരിച്ചല്ലേ നമ്മൾ കച്ചവടം നടത്തുന്നത്. എത്ര റേറ്റ്? നീ വാങ്ങിയില്ലേ? എത്ര രൂപ? ലാഭമല്ലേ? അപ്പൊ ഒന്ന് 2 വാങ്ങിച്ചിട്ട് പറഞ്ഞ എനിക്ക് വലുത് എനിക്ക് ചെറുത് നീ എടു. അവൻ പേന ഉപയോഗിക്കും പള്ളിപ്പുറയിലേക്ക് 30 രൂപ വെറുതെ നോക്കിലൊക്കെ പേന ഉപയോഗിക്കും. എന്റെ സൂം ചെയ്ത് ഞാൻ പിന്നെ സ്ഥലമില്ലാത്തടത്ത് എന്താ ചെയ്യണം? ഇവിടെ സിംഗിൾ പേന കിട്ടും. ഇരുട്ടാലം കണക്കിൽ ഹൗസ് ഇറ്റ് പോയോ അവരെല്ലാരും? ഹലോ, അപ്പോൾ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ അവനിക്കൊരു കുട വാങ്ങിച്ചു കേട്ടോ. അവന് അടുത്ത സ്കൂള് എന്നാലും ഒരു കുട ഇരിക്കട്ടെ. അപ്പോൾ ഒരു കുട വാങ്ങിച്ചു. പിന്നെ പിന്നെ ഇത് എന്തെങ്കിലും പറയുന്ന പേര് കിറ്റ് പാത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു കിറ്റ് വാങ്ങിച്ചു. കഴിഞ്ഞ വർഷം വാങ്ങിച്ചത് കയറിപ്പോയി, അപ്പോൾ ഒന്ന് വാങ്ങിച്ചു. പിന്നെന്തുവാ, പിന്നെ പൊതിയിടുന്നത് 4 വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 3 ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു, പിന്നെ ഒരെണ്ണമല്ല വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ ഒരു പൗച്ച് വാങ്ങിച്ചു. ബോക്സൊക്കെ വാങ്ങിച്ചാൽ വെറുതെയാണ്, അത് അവൻ തന്നെ ഫിറ്റായി കഴിക്കും. പൗച്ചാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഒരു പൗച്ച് വാങ്ങിച്ച്, പിന്നെ വലിയ സ്കെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഉപകാരമായതിന്. പ്രൈസാ ഈ സ്കെച്ചിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ എവിടെ കിടക്കുന്നു 30 രൂപ. അപ്പോൾ ഒരു ബോക്സ് നടരാജയുടെ പെൻസിൽ വാങ്ങിച്ചു. ഇതിൻ്റെ റേറ്റ് 50 രൂപ കേട്ടോ. ഈ പൗച്ചിൻ്റെ റേറ്റ് ഇതിനകത്തൊന്നും കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു 25-30 തോന്നുന്നു. ഈ പൊതിയിടുന്ന ഒരെണ്ണത്തിന് 39 രൂപ കേട്ടോ. അപ്പോൾ 3 വാങ്ങിച്ചു. ഇത് 100 എത്ര രൂപയുണ്ട്. അതിൻ്റെ റേറ്റ് അധികം കൊടുത്തിട്ടില്ല. കുടയ്ക്ക് 199 രൂപ. പിന്നെ ഈ ഒരു സെറ്റ് കണക്കെ സാധനമാണ് വാങ്ങിച്ചത്. ഇതിനകത്ത് സ്കെയില്, ഒരു പേന, ഒരു പെൻസില്, റബ്ബർ, കട്ടർ, ഇതെല്ലാം കൂടെ വാങ്ങിച്ച്. ഇതെത്ര ഇതിൻ്റെ റേറ്റിനൊക്കെ ഉണ്ടാകും. ഇത് 20 രൂപ. എല്ലാം ഇച്ചിരി ഇതായിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചത്. പക്ഷെ എന്നാലും റേറ്റ് നല്ലതായിട്ടുണ്ട് കേട്ടോ. ഒരു കത്രിക വാങ്ങിച്ചു 25 രൂപ. പിന്നെ ഒരു സ്കെയിൽ, ഇത് 10 രൂപ തോന്നുന്നു. പിന്നെ ഒരു സ്കെച്ചും കൂടെ വാങ്ങിച്ച്. അത് മറ്റേ എന്ന് വെച്ചാൽ മറ്റേ സാധാ സ്കെച്ചും ഇത് ക്രയോൺ ടൈപ്പ് സ്കെച്ചാണ് വാങ്ങിച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് ചുമ്മാ വെറുതെ ഇത് ആകുമ്പോൾ തന്നെ ഒടിച്ച് കൈ കൊണ്ട് തരും. ഒരോട്ടം കൊണ്ടുപോയി തന്നെ സ്കെച്ച് പിന്നെ കാണത്തില്ല. പല സ്കെച്ച് പല പിള്ളേരെ കയ്യിലാണ്. പിന്നെ പാത്രം പൊതിഞ്ഞുകൊണ്ട് ഒരു ടവൽ വാങ്ങിച്ച്. പിന്നെ ഒരു മാർക്ക് ടപ്പർ വാങ്ങിച്ച്. ഇതാണ് ഇറേസർ. ഇത് വാങ്ങിച്ച്. മാർക്ക് ടപ്പർ നമ്മളൊക്കെ മാർക്ക് ടപ്പർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ വലിയൊരൊക്കെ ഇറേസർ. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങിച്ചു. ഇതാണ് ഫസ്റ്റ് കയറിയ കടയെ വാങ്ങിച്ചത്.
പിന്നെ രണ്ടാമത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചാലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ വലിയൊരു പൊതി വാങ്ങിച്ച് ടെസ്റ്റ് പേപ്പറൊക്കെ പൊതിയാനായിട്ട്. എനിക്കെന്ന് വെച്ചാൽ പള്ളിപ്പുരയിൽ ടെസ്റ്റ് പൊതിയാനുണ്ട്. അപ്പോൾ പിന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതാണ് ഇത് നാണം വാങ്ങിച്ചു. ഇത് രണ്ടാമത്തെ കട കയറിയതായിരുന്നു. അവിടെ കയറിയല്ലോ ആ 2 സ്ലാപ്പറിൻ്റെ പിന്ന് അതും വാങ്ങിച്ച് 2 ഗമ്മ് വാങ്ങിച്ചു. പിന്നെ തന്നെ ഇത് വേറെ അവന് ബുക്ക് വാങ്ങിച്ചായിരുന്നു, പക്ഷേ മാത്സിൻ്റെ ബുക്ക് വാങ്ങിച്ചില്ല. അപ്പം പിന്നെ അത് 2 വാങ്ങിച്ച്. പിന്നെ എനിക്ക് വലിയൊരു ബുക്ക് വേണമായിരുന്നു, വലിയൊരു വെള്ള ബുക്ക് എന്ന് വെച്ചാൽ ഈ ചിത്രങ്ങളൊക്കെ ഒട്ടിച്ച് അതൊക്കെ എഴുതാൻ വേണ്ടി. അപ്പോൾ ഇത്രയും വാങ്ങിച്ചോളൂ. അപ്പോൾ ഒരു കുപ്പി കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അവനിക്ക്. ഇത് മറ്റേ വീഡിയോയിൽ എടുക്കാൻ മറന്നേ, കാരണം എന്ന് വെച്ചാൽ വണ്ടിക്കകത്ത് ഇരുന്നത് ഇപ്പോഴാണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 290 290 കേട്ടോ. അപ്പം ഇത്ര വാങ്ങിച്ചിട്ട് തന്നെ 1200 സംതിങ് എന്തുണ്ടായി ഇത്ര ഐറ്റംസ് വാങ്ങിച്ചപ്പോൾ തന്നെ. പിന്നെ ബാഗും കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല, കാരണം എന്ന് വെച്ചാൽ അവനിക്ക് കഴിഞ്ഞ വർഷമല്ല 1ാം ക്ലാസ്സിൽ വാങ്ങിച്ച ബാഗാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. പക്ഷേ അത് നശിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ 3ൽ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, കീറിയാൽ നശിക്കാൻ എന്തെങ്കിലും ചെയ്യാമെന്നെങ്കിൽ പുതിയ ബാഗ് വാങ്ങിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതുകാരം അത് കൊണ്ടുപോട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇത്ര വാങ്ങിച്ചോളൂ. പിന്നെ അവനിക്ക് കഴിഞ്ഞോട്ടെ 2 ഇത് വാങ്ങിച്ചായിരുന്നു, പാത്രം. അപ്പോൾ ലഞ്ച് ബോക്സ് പാത്രം വാങ്ങിച്ചത്, പിന്നെ അത് തന്നെ ഉണ്ട്, അത് തന്നെ നശിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇത്ര ഐറ്റംസ് തന്നെ വാങ്ങിച്ചത്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും മറന്നുവെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചെങ്കിൽ കാണുന്നവർക്ക് ഉപകാരമാവുമല്ലോ. ഇത് നമ്മളെ കൊല്ലം ബിഗ് ബസാറിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ ഇത്രയും. പിന്നെ അതിൻ്റെ അടുത്തുനിന്ന് കടയിൽ നിന്നാണ് വേറെ ഈ ഒരു ബുക്കും ഇതും വാങ്ങിച്ചത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.